സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിനൊരു നെയിം കൊടുക്കുന്നു ആ ഡാഷ്ബോർഡിന്, സെയിൽസ് ഡാഷ്ബോർഡ്. നെക്സ്റ്റ് നമ്മുടെ ഒരു ഫസ്റ്റ് വിഷ്വൽ KPI എന്ന് പറഞ്ഞ് ഫസ്റ്റ് വിഷ്വൽ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് വിഷ്വൽ എടുക്കുന്നു. KPI എടുത്തിട്ട് എനിക്ക് ഈ KPIയിൽ സെയിൽസ് ബൈ കാറ്റഗറിയാണ് വേണ്ടുന്നത്. ഓക്കെ, ഞാൻ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൽ നിന്നും കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് ഡീറ്റെയിൽസിൽ നിന്നും സെയിൽസ് എടുക്കുന്നു. ഓക്കെ, സോ എനിക്ക് കാറ്റഗറി വൈസുള്ള സെയിൽസ് കിട്ടി. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ഫോർമാറ്റിംഗ് ചേഞ്ച് ചെയ്യാണ്. പ്ലേയേഴ്സ് ഞാൻ തൗസൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബോർഡർ കൊടുക്കുന്നു. ഓക്കെ, നൗ സെയിൽസ് ബൈ കാറ്റഗറി വേണമെങ്കിൽ അത് ഒരു സെൻറ്റർ അലൈൻ ചെയ്തേക്കാം. ഓക്കെ, സെയിൽസ് ബൈ കാറ്റഗറി. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് KPI നമുക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് വിഷ്വൽ, നമ്മുടെ ഡാഷ്ബോർഡിലെ ഫസ്റ്റ് വിഷ്വൽ അതാണ്. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് KPI എന്ന് പറയുന്നത്, നെക്സ്റ്റ് നമുക്കൊരു KPI തന്നെ എടുക്കാം. ഇതിപ്പോൾ നമുക്ക് സെയിൽസ് ബൈ കാറ്റഗറി. ഇനി നമുക്ക് പ്രോഫിറ്റും കൂടെ എടുക്കാം, പ്രോഫിറ്റ് ബൈ കാറ്റഗറിയും കൂടെ എടുക്കാം. ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം സെയിൽസിന് പകരം നമുക്ക് പ്രോഫിറ്റ് എടുക്കുന്നു, ഗ്രോസ് പ്രോഫിറ്റ് എടുക്കുന്നു. ഓക്കെ, പ്രോഫിറ്റ് എടുത്തു. ഓക്കെ, ഫോർമാറ്റിങ്ങിൽ പോയിട്ട് പ്രോഫിറ്റ് ബൈ കാറ്റഗറി, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, നമ്മൾ പ്രോപ്പർ എഫക്ട്സ് എടുത്ത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ രണ്ട് ചാർട്ട്സ് രണ്ട് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്തു. ഒന്ന് മീൻസ് രണ്ടും KPIs ആണ്, പക്ഷെ ഒന്ന് നമുക്ക് സെയിൽസ് ഇൻഫർമേഷൻ, കാറ്റഗറി ബൈ സെയിൽസ് ഇൻഫർമേഷനും, രണ്ട് കാറ്റഗറി ബൈ പ്രോഫിറ്റ്, ഓരോ കാറ്റഗറിയുടെയും പ്രോഫിറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് KPIs, നമ്മുടെ ഫസ്റ്റ് ചാർട്ടാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു ബാർ ചാർട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബ്ലാങ്ക് കോളത്തിൽ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചാർട്ട് എടുക്കാൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ചാർട്ട് സെലക്ട് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാർട്ട് സെലക്ട് ചെയ്ത് നമ്മൾ ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ വിഷ്വൽ ചേഞ്ച് ആവും. സോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം, ബ്ലാങ്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു ചാർട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ബാർ ചാർട്ടിൽ നമുക്ക് സെയിൽസ് ബൈ കാറ്റഗറി ബൈ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെയിൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാം, പിന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സെയിൽസ് ബൈ സ്റ്റേറ്റ് ബൈ കാറ്റഗറി കൊടുക്കാം. ഓക്കെ, കാറ്റഗറി ഇവിടെ കൊണ്ടുവന്നു, കാറ്റഗറീനെ ഇവിടെ കൊണ്ടുവന്നു, സ്റ്റേറ്റിനെ നമ്മൾ Y ആക്സിസിൽ കൊടുത്തു. സോ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ വൈസ് ഇതാണ് ഗുഡ്. ഓക്കെ, നമുക്ക് മീൻസ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റിക്വയർമെൻ്റ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു ടെസ്റ്റ് ഡാഷ്ബോർഡ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വിഷ്വലി അപ്പീലിംഗ് കാണിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹോവർ ചെയ്യുമ്പോൾ മനസ്സിലാവും, നമുക്ക് ഇപ്പം പെൻസിൽവാനിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നമുക്ക് കാറ്റഗറി ഓഫീസ് സപ്ലൈസ് എത്രമാത്രം സെയിൽസ് നടന്നു എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഒരു നെബ്രാസ്ക എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നമുക്ക് 2 types ഓഫ് കാറ്റഗറിയാണ്, ടെക്നോളജി ഉണ്ട്, നെക്സ്റ്റ് ഫർണിച്ചർ. അങ്ങനെ നമുക്ക് ആ ഒരു ഡിഫറൻസിയേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സെയിൽസ്. ഓക്കെ, ഞാനതിനെ ജസ്റ്റ് സെയിൽസ് ബൈ സ്റ്റേറ്റ് ആൻഡ് കാറ്റഗറി. ഓക്കെ, വേറെ ഞാൻ ഇതിലിപ്പോൾ വേറെ ചേഞ്ചസ് ഒന്നും കൊണ്ടുവരുന്നില്ല. ഓക്കെ, നമുക്ക് ആ ഒരു ഗ്രാഫ് നമ്മൾ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഒരു ലൈൻ ആൻഡ് ക്ലസ്റ്റേർഡ് കോളം ചാർട്ട് എന്ന് പറഞ്ഞൊരു ലൈൻ ആൻഡ് ക്ലസ്റ്റേർഡ് കോളം ചാർട്ട്, ദിസ് വൺ ലൈൻ ആൻഡ് ക്ലസ്റ്റേർഡ് കോളം ചാർട്ട് എടുത്തു. അത് യൂസ് ചെയ്ത് സെയിൽസ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് ബൈ ഇയർ
നമുക്ക് നോക്കാം. ഓക്കെ, സെയിൽസ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് ബൈ ഇയർ. ഓക്കെ, സെയിൽസ് കോളം വൈ ആക്സസിൽ കൊടുത്തു, ഗ്രോസ് പ്രോഫിറ്റ് നമ്മുടെ ലൈൻ വൈ ആക്സസിലേക്ക് പോകുന്നു, ശേഷം നമ്മുടെ എക്സ് ആക്സസിൽ ഡേറ്റ് എടുക്കുന്നു. ഓക്കെ, ഡേറ്റ് എടുക്കുന്നു. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, നമുക്ക് ഓക്കെ ഞാൻ ഈ ഒരു ഓക്കെ മന്ത് വൈസ് ഇൻഫർമേഷൻസ് നമുക്ക് മതി. ഓക്കെ, ജാനുവരിയിൽ എത്ര സെയിൽസ്, ഫെബ്രുവരിയിൽ സെയിൽസ്. ഓക്കെ, ആ ഒരു മന്ത് വൈസ് നമ്മുടെ സെയിൽസ്, അതേപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ, എത്ര സെയിൽസ് നടന്നു, എന്ത് പ്രോഫിറ്റ് നടന്നു. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഫോർമാറ്റിംഗ് ചേഞ്ചസ് കൊണ്ടുവരാം. ഡാറ്റ ലേബിൾസ് കൊണ്ടുവന്നു. ഓക്കെ, കൊണ്ടുവന്നതിന് ശേഷം ലൈനിൻ്റെ കളറിനെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യണം. കളർ ഞാൻ കോൺട്രാസ്റ്റിംഗ്. ഓക്കെ, കൊണ്ടുവന്നു. അതിനുശേഷം ജസ്റ്റ് എൻ്റെ നെയിമിങ് കൂടെ ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം. സെയിൽസ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് ബൈ മന്ത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചാർട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കിനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ, നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബോർഡർ കൊടുക്കാം. ഓക്കെ, ഇപ്പം ഓക്കെ ഫൈൻ, പെർഫെക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇപ്പം നമ്മൾ ടോട്ടൽ 3 ചാർട്ട്സ് നമ്മൾ കൊണ്ടുവന്നു, ടോട്ടൽ 4 വിഷ്വൽസ്. ഓക്കെ, ഇനി നമുക്കൊരു ഏരിയ ചാർട്ടിനെ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഏരിയ ചാർട്ട് എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഏരിയ ചാർട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് മന്ത് വൈസ് സെയിൽസിനെ കാണിക്കാനായിട്ടാണ്. ഓക്കെ, സം ഓഫ് സെയിൽസ് എടുക്കുന്നു ആൻഡ് ഓക്കെ ഓക്കെ മന്ത് വൈസ് ഓക്കെ ഈച്ച് മന്തിൽ എൻ്റെ സെയിൽസ് by month. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു മൾട്ടി കാർഡ് എടുക്കാം. ഓക്കെ, ഒരു മൾട്ടി കാർഡ് വെച്ചിട്ട്, ഓക്കെ, മൾട്ടി കാർഡിൻ്റെ ഓപ്ഷൻസ് അതിൽ യൂസ് ചെയ്തിട്ട്, മൾട്ടി കാർഡ് യൂസ് ചെയ്ത് നമുക്ക് കാറ്റഗറി, യൂണിറ്റ് സോൾഡ്, how many units we sold, then quantity, then gross profit. ഇത്ര ഇൻഫർമേഷൻസിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് 3 കാറ്റഗറീസാണ്: ഫർണിച്ചർ, ഓഫീസ് സപ്ലൈ, ടെക്നോളജി. അതിൻ്റെ ആ ഒരു ഇൻഫർമേഷൻ കിട്ടി. ജസ്റ്റ് റീനെയിം ഫോർ ദിസ് വിഷ്വൽ. യൂണിറ്റ് സോൾഡ്, quantity, then gross profit. Okay, sorry, okay, gross profit. Select ചെയ്ത് കൊടുത്താൽ മതി. Okay, now units, I mean category, how many units sold, what was the quantity, then gross profit. ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആവും. ഇനി നമുക്കൊരു സ്ലൈസർ വേണം. നമുക്കിതിനെ ഒന്ന് ഫിൽറ്റർ ചെയ്യാനായിട്ട് നമുക്കൊരു സ്ലൈസറിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ലൈസറാണ്.
ആ സ്ലൈസർ എന്ന് പറയുന്നത് സെൻട്രലൈസ് ചെയ്യുന്നു. ഓക്കെ, സബ് കാറ്റഗറി. ഓക്കെ, ഈ സബ് കാറ്റഗറി യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഞാൻ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആക്സസറീസ് എടുത്താൽ നമുക്ക് ആക്സസറീസിൻ്റെ ഇൻഫർമേഷൻ, ആക്സസറീസ് ഏത് കാറ്റഗറി വന്ന് ടെക്നോളജിയിൽ വരും. ഓക്കെ, അതിൻ്റെ മന്ത് വൈസ് നമുക്ക് അതിൻ്റെ ഒരു സെയിൽസ്, അതിൻ്റെ പ്രോഫിറ്റും സെയിൽസ് ഇത് ദെൻ സ്റ്റേറ്റ് വൈസ് ഇൻഫർമേഷൻ. ഓക്കെ, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആകും. സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഡാഷ്ബോർഡ്. ഇത് ജസ്റ്റ് ഒരു ബേസിക് ഡാഷ്ബോർഡാണ്. നമുക്ക് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ആ അപ്രോപ്രിയേറ്റുള്ള വിഷ്വൽസ് യൂസ് ചെയ്ത് നമുക്ക് ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാം. സോ വൺസ് നമ്മുടെ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിനെ പബ്ലിഷ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോം ടാബിൽ പോവുക, പബ്ലിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പബ്ലിഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡു യു വാണ്ട് ടു സേവ് യുവർ ചേഞ്ചസ് എന്നൊരു പ്രോംപ്റ്റ് വരും, സേവ് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇതിൽ സെയിൽസ് ഡാഷ്ബോർഡ് ഏപ്രിൽ, ഓക്കെ, ഒരു നെയിം കൊടുത്തു, നെയിമിംഗ് കൺവെൻഷൻ കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. ഓക്കെ, ഇതിൽ മൈ വർക്ക് സ്പേസിൽ കൊടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. സോ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും. വൺസ് പബ്ലിഷ് ആകുമ്പോൾ അവിടെ ഒരു ഗ്രീൻ ടിക്ക് വരും. ഓക്കെ, സക്സസ്. ഞാൻ പവർ ബി ക്ലൗഡിൽ പോകുന്നു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, മൈ വർക്ക് സ്പേസിൽ പോകുമ്പോൾ സെയിൽസ് ഡാഷ്ബോർഡ് ഏപ്രിൽ. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ഡാഷ്ബോർഡ് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ലൈക്ക് നമുക്ക് സെലക്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഡാഷ്ബോർഡിനെ നമ്മൾ നമ്മുടെ മാനേജേഴ്സിനോ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിനോ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവർക്ക് അതിൽ നിന്നുള്ള ഡേറ്റ അവർക്ക് ഈസി ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ ഒരു ഡാഷ്ബോർഡ് ക്രിയേഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഒരു ബേസിക് ഡാഷ്ബോർഡാണ്. സോ നിങ്ങളുടെ ഡേറ്റാസ് യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യുക. സോ ഹോപ്പ് യു എൻജോയ്ഡ്. സോ സീ യു.